എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഏഴാമത്തെ ഐഡിയും കളിക്കുന്നില്ലല്ലോടാ ചേട്ടാ. മഴ മഴ ചേട്ടാ. ഇത് ഡേവിസ് അല്ലേ ടർഫ്? നിന്റെ ഇതല്ലടാ ഇരിക്കുന്നത് ഈകളെ, ഈ ഡ്രോൺ മാവിക്കാണ്. മാവിക് പ്രോ അല്ലേ ഇരിക്കണേ? അല്ലല്ല അല്ല, എന്റെ മിനി അല്ലേ. എല്ലാരും ഈ ഒരു ഇവന്റ് വന്ന് അടുത്തൊരു സോൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി ഉടനെ തന്നെ ഒരു 4 മിനിറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ 6 മിനിറ്റിന്റെ അകത്ത് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് എക്സിയുടെ സൈഡിലോട്ട് പോയ എക്സിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കെവിയുടെ സൈഡിലോട്ട് കെവിക്ക് ആയിരിക്കും നല്ലൊരു അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. കെവി ഓൾറെഡി ഓൾറെഡി തന്നെ ഉണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും ഈ ആംഗിളാണ് നോക്കി ഫോക്കസ് ചെയ്ത് സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഹിറ്റ്മാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഹിറ്റ്മാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ആംഗിൾ മാറാനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഹിറ്റ്മാൻ നല്ലൊരു സ്പ്രേ ട്രൈ ചെയ്യുന്നുണ്ട്. ഹിറ്റ്മാൻ ആ ഒരു വണ്ടിയുടെ പുറകിൽ കവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ നല്ലൊരു ടാഗ് കിട്ടി. അതേസമയം കോച്ചറി ഉണ്ടെങ്കിൽ നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഓപ്പൺ വന്നാണ് സ്പ്രേ ചെയ്തത്. ബട്ട് തിരിച്ച് വേണ്ടത്ര ടാഗ് ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ഡാമേജ് കിട്ടിയിട്ടില്ല. ഹംസക് ഓക്കെ, കെവി ലെഗസി ഒക്കെ താഴോട്ട് ചാടിയിട്ടുണ്ട്. എന്താണ് കെവി ചെയ്യാൻ പോകുന്നത്? എക്സിയുടെ എല്ലാ പ്ലേയേഴ്സും ഈ ഒരു ആംഗിളാണ് നിൽക്കുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹിറ്റ്മാൻ ആ ഒരു ആംഗിൾ ഹോൾഡ് ഓഫ് ചെയ്യുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, റൈറ്റിൽ ഇറക്കി ചെയ്ത് വരും. ഓക്കെ, ഇതുവഴി വരുവാണെങ്കിൽ ആണോ? കറന്റ് നമ്മൾ ഇതാണ് കറന്റ് ടർഫിന്റെ അവസ്ഥ. ഹയർ ഗ്രൗണ്ട് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്ക് നല്ലൊരു പിക്ക് എടുക്കാൻ സാധിച്ചു പ്രകാശിയുടെ. അതേപോലെ തന്നെ സോൺ ഔട്ടിലാണ് ആ ഒരു പ്ലെയർ ചത്തിരിക്കുന്നത്. കക്കാശിയുടെ വണ്ടി അടിച്ചാണ് ചത്തിരിക്കുന്നത്. ഇന്റർനെറ്റ് മീഡിയം ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓ, ആ ഒരു വണ്ടി അവിടെ പൊട്ടിത്തെറിച്ചു. പക്ഷെ ഹിറ്റ്മാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു സോൺ വന്നിരിക്കുന്നത്. മോബി ഇല്ലല്ലേ? മോബി നാട്ടിലല്ലേ? അതെ അതെ, 12 ഇപ്പുറത്തോട്ടായിരുന്നു, ഇന്ന് അപ്പുറത്തോട്ടായി അല്ലേ? യെസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റിക്കാർക്ക് ഓൾറെഡി അറിയാം ഇവിടെ അവർക്ക് ഇവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല, പുഷ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് ചെയ്യാൻ അടുത്ത സോൺ എങ്ങോട്ടാ ഷിഫ്റ്റ് ആയത്? അത് ഇത് മറ്റേ ഹെൽത്തി ആയിട്ടാ വെള്ളം. ഓക്കെ, ഇന്ന് ചക്ക കോമ്പാണ്. സോറി ഒക്കെ പറയുന്നത് എന്താ സംഭവം ബ്രോ? ഷമീറിനെ സംസാരിച്ചായിരുന്നു. ഷമീറിനെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇനി ബ്രോ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിത് ഇത് നിർത്തുക, ലൈക്ക് ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഞാനും ഇത് അവിടെ വെച്ച് പറഞ്ഞു നിർത്തി. അവനിപ്പോ സിറ്റിസൺ RP ഇതൊക്കെ അല്ലേ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ആ വഴിക്ക് പൊക്കട്ടെ. നമ്മുടെ സ്റ്റഡിയിൽ നിന്ന് ഒന്നും പറയണം. ഞാൻ അന്നേ നിർത്തിയ, ഞാൻ പിന്നെ അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സമാധാനമായിട്ട് പോട്ടെ. ബാക്കി ബാർ ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റി ഇപ്പോഴും ആ ഒരു ഏരിയയിൽ തന്നെ അവർ കവർ ചെയ്ത് വണ്ടി കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യമേ തന്നെ അവർക്ക് അവരുടെ ഒരു പ്ലെയർ വണ്ടി ഇടിച്ച് നഷ്ടപ്പെടുകയാണ്. രണ്ടാമത് കെവിയുടെ സൈഡിൽ നിന്ന് വണ്ടി ഇടിച്ച് മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിരിക്കും. ഇനി ഒന്നുമില്ല, നേരെ കൊണ്ട് കുത്താന്നല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. കുത്താന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. എന്ത് ചെയ്യും? കണ്ണമ്മൊന്നും ഇല്ല, വെറുതെ കണ്ണമ്മൊന്നും പറഞ്ഞ് സ്പാം ചെയ്ത് എഫേർട്ട് കളയത്തേ ഉള്ളൂ. കണ്ണാപ്പി ലൈനപ്പിൽ ഇല്ല.
ഓ എന്റെ അമ്മേ, ഇവിടൊക്കെ കയറി എന്നിട്ട് എന്ത് കാണിക്കാൻ? അല്ല ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാനില്ല ഒരു കാര്യമില്ല. 10 പേര് കൂടെ ഇവിടെ നിക്കാൻ പോവാണ്. എല്ലാരും വണ്ടി എടുക്കുക, ഈ സൈഡിലോട്ടങ്ങ് നേരെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ മോനെ, അതാണ് കോള്. അതാണ് കോള്. അത്രേ ഉള്ളൂ. അത്ര പേര് വെക്കണ്ട അവന്റെ. എന്താ ചെയ്യേണ്ടത്? കണ്ട് തുടിക്കുന്നുണ്ടല്ലോ ഇത്ര ലേറ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. കരയാൻ നമ്മ ടർഫ് പോയട്ടാ. ബ്രാവോ ഇടത്തെ കണ്ണ് വലത്തെ കണ്ണൊക്കെ തുടിക്കുന്നുണ്ടെന്ന് ലൈവിൽ കരയും. ബാങ്ക് ഓഫ് ബറോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ലോണെല്ലാം തരും. നീ എന്തിനാ ഇടയ്ക്കൊക്കെ ഒന്ന് പറയണേ ചാറ്റില്? ഇത് കേവി സോണോട്ടില് കേറാണ്ട് അവർക്ക് അടിക്കാൻ ഇങ്ങനെ ആൾക്കാർ എത്ര പൈസ എത്ര എണ്ണ? അറിഞ്ഞൂടാ. അല്ല അതിൽ ഇപ്പൊ എത്ര പൈസ അവരൊക്കെ ഇതെന്താ വന്നേ? ഹലോ ഫോളോ മാറ്റി മാറ്റി. അയ്യോ ഐഡിയ അത് റെക്കമെൻഡേഷനിൽ ഫ്രണ്ടിലെന്തോ ഡേവിസിന് പുതിയ ഒരു അറ്റാക്കിംഗ് ഓ നല്ലൊരു സ്പ്രേ. എല്ലാരും ആ ഒരു ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് വെക്കാനാ അടുത്ത സോണൊന്നും ഇല്ലടാ. അടുത്ത സോണല്ലേ, ലാസ്റ്റ് സോണല്ലേ ഇത്? നേരെ ഷെഡിനടി ഇത് നല്ല സുഖ പരിപാടിയുണ്ട്. എന്താ അറിയോ, ഇനി ഒരു ലെക്കാണ്. നല്ല സുഖ പരിപാടി ഉള്ളത്. സ്പെക്കിലിരിക്കുമ്പോ എല്ലാം സുഖമാ. എന്താണ് എക്സ് ചെയ്യാൻ പോകുന്നത്? എക്സ്ക്ക് 10 ലൈവാണ്, പിന്നെ KVK 11. സത്യം പറഞ്ഞാൽ ഞാൻ 2 പ്ലേയേഴ്സ് ചത്തില്ലായിരുന്നുണ്ടെങ്കിൽ എക്സിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയതല്ലേ. അവിടെ ഒരു മീഡിയം ഡെഡും 2 മീഡിയം ഡെഡുകളാണ് എക്സിക്ക് വന്നിരിക്കുന്നത്. നിർഭാഗ്യം വെച്ചാൽ പിന്നെ ലക്ക് ഇന്ന് അവരുടെ കൂടെ അല്ല. അതുകൊണ്ട് തന്നെ എടാ നീ വലിയ താളം അടിക്കലടാ ബോസ് അണ്ണാ, കേട്ടടാ? അല്ല ഞാൻ അല്ലല്ല കറന്റ് അവരുടെ ഗ്യാങ് വെഹിക്കിള് റിസർവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ T40 ആഡ് ചെയ്ത് കൊടുത്തത്. ആ ഒരു ഏരിയയിലോട്ട് കുത്തിയിട്ടുണ്ട്. പെരുന്നാളടി. എന്തുമായിട്ട് മഴയോ? എല്ലാ പ്ലേയേഴ്സും ചത്തിരിക്കുകയാണ്. കോച്ചേരി ഉണ്ടി കൂടെ ചത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ലെഗസി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ? ചത്തിരിക്കുകയാണ്. കോച്ചേരി ഉണ്ടി കൂടെ ചത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ലെഗസി എടുത്തിട്ടുണ്ട്. അതുപോലെ എന്താ അവിടെ നടന്നേ? അവന്മാർ എക്സ്പെക്ട് ചെയ്തില്ല ചാടുവന്ന്. എല്ലാം തീർന്നില്ലേ? കഴിഞ്ഞ് നമ്മുടെ അടി നമ്മുടെ അടി. അങ്ങനെ ഡേവിസ് ഇവരെ ഒരുമിച്ച് മറ്റെടുത്ത് എടാ IP ഒന്ന് റിവീൽ ചെയ്യല്ലേ ദൈവം. ഞാൻ എന്റെ ഡിസ്പ്ലേ ക്യാപ്ചർ ഇതൊന്ന് ഐഡിയ ആണ്. ഓ അവിടെ കൊണ്ടുവന്നു എടുക്കാൻ ഇനി MRC എന്താണ് പറയുക, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി EVX എല്ലാം സോൺ ഇന്നിലായത് കൊണ്ട് തന്നെ അത് ആ ഒരു പിക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. അല്ലാത്ത EVXന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരാത്ത പക്ഷം നമുക്ക് കണ്ടറിയാം MRC എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലഫി അവിടെ കുത്തിയ ഫ്ലഫിയുടെ വണ്ടി നടക്കുന്നത് നല്ലൊരു സ്പ്രേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ ഓ MRC എല്ലാരും അവിടെ ഓപ്പണിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് MRC ഓപ്പണിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ബട്ട് ആ ഒരു സ്പ്രേ ചെയ്യാൻ മാത്രം അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ MRC സേഫ് ആണ്. അവരുടെ വണ്ടികളുടെ ടയർ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
MRCക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാറേണ്ടി വന്നിരിക്കുകയാണ്. ബട്ട് അവരുടെ വണ്ടികളുടെ തന്നെ ഏകദേശം ഭൂരിഭാഗം വണ്ടികളുടെയും ടയർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ട് വണ്ടികളുടെ അയ്യോ അണ്ണനല്ല ഞാൻ ഒരുപാട് ബാക്കിൽ കേറി അയ്യോ അണ്ണനെ ഞാൻ ഒരുപാട് വഴി മുടങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. അവർക്ക് എൻട്രി എടുക്കാനുള്ളൊരു വഴി ഓപ്പൺ ആയിട്ടില്ല. EVX പ്ലേയേഴ്സ് ഓൾറെഡി ആ ഒരു സോണിന്റെ എഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ തിരിച്ച് ഈ ഒരു വഴി തന്നെ തിരിച്ചു വരികയാണ് സോണിന്റെ അകത്തോട്ട് വരാൻ വേണ്ടി. ഒസാക്ക കെൻസോ ഇവരുടെ ഓക്കെ അവർ ഡയറക്റ്റ് വന്ന് ആ ഒരു ഏരിയയിൽ ഒന്ന് വണ്ടി കുത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. MRC എല്ലാരും ആ ഒരു ഏരിയയിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും ലിറ്ററലി അവിടാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 12 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 12 പ്ലേയേഴ്സും ആ ഒരു കളിച്ചോണ്ടിരിക്കുകയാണ്. അത് നല്ല കളിയായിരുന്നു കേട്ടോ. സോൺ ലാബ് സ്പേസ് ലാബ് കേറി സീൻസ് അവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. എന്തോ കേട്ടോ ആണോ എങ്ങനെ അയ്യോ എന്തോ പൊട്ടിത്തെറിച്ച് 10 പേര് എത്തുന്നു. അതിനുള്ളത് ഈ ബോട്ടൊക്കെ അവിടെ ആള് കൂടി അവിടെ നല്ലൊരു സ്പ്രേ സീൻസുറയുടെയും അതേപോലെ തന്നെ സിന്ധുവിന്റെ സൈഡിൽ നിന്ന്. ബട്ട് അവിടെ അറിയാതെ പോലും തെന്നിപ്പോയാൽ തറയെ വീഴുന്ന ഒരു ഏരിയ ആണത്. എന്താണ് MRC ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്? MRCക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോയേ മതിയാവൂ. ആണോ ഇല്ല അല്ലേ? അതൊന്ന് റെഡി ആയിരുന്നല്ലോ. ഇപ്പൊ അവര് കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. ഓ നല്ലൊരു ടാഗ് സിദ്ധുവിന്റെ സൈഡിൽ നിന്ന് ഇക്രുമോൻ തിരിച്ച് ആ ഒരു കവറിലോട്ട് കയറിയിട്ടുണ്ട്. പ്രണർ സൈഡിന്റെ സ്ക്രീമോണിന്റെ നല്ലൊരു ടാഗ് സ്ക്രീമോൺ ആ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫ്ലഫി റൊട്ടേറ്റ് ചെയ്ത് ബാക്കിൽ എത്തിയിരിക്കുകയാണ് ഇൻഫോ എടുക്കാൻ വേണ്ടിയിട്ട്. എവിടൊക്കെ ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഫുൾ എല്ലാരും പറയണം നല്ല ഗെയിമാണ് കളിക്കാൻ. നീ കളിച്ചോ? ഒരു ഫുൾ റൊട്ടേഷൻ എടുത്ത് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്യാൻ സാധിച്ചെന്ന് തോന്നുന്നു. ജിൻ സക്കായ്, ബുൾ, അലക്സ് ഡെവോർ, കുറുപ്പുടനി, പ്രണവ് സൈഡൻ, ചാനഡിയോസ് ഗോഡ്, സൈമൺ, ബ്രൂസ് എല്ലാരും ഈ ഒരു ഏരിയയിൽ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ്. ഞാനും കളിക്കണത് ജെയിംസ് ബോണ്ടിന്റെ ഗെയിമാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും? ഒരു സോൺ ഷിഫ്റ്റ് ഒത്തിരി ഉണ്ടോ? 10 മണിക്കൂർ ഗെയിം പ്ലേ അത്രോളം ഞാൻ കളിക്കാം. ഒരുപാടുള്ളത് കളിക്കാൻ വയ്യ. ചിലപ്പോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മൊമെന്റം പോയി നിങ്ങൾക്കും വെറുപ്പാവും. അതുകൊണ്ടാണ് 12 മണിക്ക് അത്രേ ഉള്ളൂ. 10 മണിക്കൂർ 12 മണിക്കൂറോളം ഞാൻ കളിച്ചോളാം. അത് എന്തിന്റെ സ്റ്റോറി ബാക്ക് ആണോ? ഫസ്റ്റ് ഗെയിം ഏജന്റ് കേസ് സോൾവ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഹിറ്റ്ലർ മോഡൽ ആണല്ലേ? അത് അതുകൊണ്ട് നല്ലൊരു ആംഗിളോട് എത്തിയിട്ടുണ്ട്. ബട്ട് അവരെ ഓൾറെഡി സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. അവർക്ക് നല്ലൊരു സ്പ്രേ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഫ്ലഫിക്ക് ഹിറ്റ്മാൻ കളിച്ചിട്ടില്ല. ഹിറ്റ്മാൻ ഇല്ല നിങ്ങൾ സ്ലാഷ് പോയിന്റ് ഒന്നും അടിക്കണ്ട. നിങ്ങളുടെ ചാറ്റിന്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണിക്കും നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടോ പച്ച കളറില്. നമ്മുടെ സിദ്ധു, സീൻസുര അതേപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ആ രീതിയിൽ തന്നെ. എന്താണ് MRCയുടെ തീരുമാനം? ഫ്ലഫി എന്തേ തോറ്റു? ഫുഡ് ഓർഡർ നോക്കാം.
ഇവിടെ തന്നെ ഉണ്ടോ? വണ്ടിക്കകത്താണോ? മണ്ണിന്റെ അടിയിലാന്നോ? എനിക്ക് കാണാത്തതാണോ? അതിലിവിടെ ഉണ്ട്. ആരെ കാണാത്ത പാപ്പന് പഫിയില്ലേ മുന്നിൽ പടി പോലെ ഇരിക്കണേ. പ്രായമായില്ലേ? കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ അടിയിൽ അപ്പുറത്തെ സൈഡിൽ ഇവന്മാരെല്ലാരും ഉണ്ടോ? ഉണ്ട് ഫ്ലഫി. കറങ്ങാൻ പറ്റുമോ? എനിക്ക് പിങ്ങാണ്, എനിക്കൊന്ന് കണ്ടുകൂടാ. അതല്ലേ, ഒന്ന് നോക്കിട്ട് വരാവോ? നോക്കാൻ പോയ ചത്തപ്പോ MRC അവിടുന്ന് reflection ചെയ്യാൻ പോവുകയാണെന്ന് അണ്ണം പറഞ്ഞാലിപ്പോ ചാവണല്ലേ. കവർ എടുത്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. മെസ്സി കൂടെ സ്പോട്ട് ചെയ്ത് നല്ലൊരു ടാഗ് കൊടുത്തു. 13 മിനിറ്റ് കൂടെ. കറങ്ങി ഒന്നുകൂടെ ഇവർക്ക് കറങ്ങി നോക്കാലോ. ഈ ഒരു ആംഗിൾ നല്ല രീതിയിൽ അടുത്തുണ്ടോ? ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിലുണ്ടെന്നോ റിപ്പയർ. ഇത് ടി വി ഫ്ലഫി ആണോ? ടി വിയിൽ ഉണ്ടായിരുന്ന ഫ്ലഫി ആയിരുന്നു. ഓക്കെ, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 13 മിനിറ്റ് ആണ് കറന്റ് ലാസ്റ്റ് എണ്ണം പറഞ്ഞത് ഫൈറ്റ് ആണ് കേട്ടോ. അതായിരിക്കും ലാസ്റ്റിലത്തെ ഫൈറ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ആ ഫൈറ്റ് ആയിരിക്കും. ഇത് ഹൈറ്റ് അഡ്വാൻറ്റേജ് എന്താണ് MRC ചെയ്യാൻ പോകുന്നത്? നോക്കാം. XTV അല്ല, എക്സ് ഡയോസ് മെമ്പറാ. ഹൈറ്റും കാണിക്കായിരുന്നു. പ്രഡിക്ഷൻ ക്ലോസ് ആയി. ആ പ്രഡിക്ഷൻ അത്ര നേരം ഉള്ളു ബ്രോ. പ്രഡിക്ഷൻ അന്നേരം ക്ലോസ് ആവും. 1 മിനിറ്റ് ഉള്ളൂ. 1 മിനിറ്റേ ഉള്ളൂ. അത് 1 മിനിറ്റ് കൂടുതൽ വെക്കാൻ പറ്റില്ലടാ. 5 മിനിറ്റ് ഒക്കെ ഇടാണോ? അതിനുള്ളിൽ ഇവന്മാർ അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് പോയിന്റ് അങ്ങ് ഇടും മറ്റെടുത്ത്. മനസ്സിലായോ? അയ്യോ 5 മിനിറ്റ് ഒക്കെ ഇട്ട എത്ര പോയിന്റ് വരുമെന്ന് അറിയോ ഇതിനകത്ത്? പുള്ളി ടൈറ്റ് ആക്കിയാണ് ഇപ്പോ കറന്റ് EVX ഇരിക്കുന്നത്. ഏത് ആംഗിൾ വഴിയാണ് MRC കയറാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് 12 മിനിറ്റ് ആണ്. ഒരു സോൺ കൂടെ ഷിഫ്റ്റ് ആവാൻ തോന്നല്ലേ? അങ്ങനല്ലല്ലോ, 22, 22, 12 മറണ്ടാണല്ലോ. വന്നു കഴിഞ്ഞു. 2 ഷിഫ്റ്റ് കഴിഞ്ഞു. 3 ഷിഫ്റ്റ് ഉണ്ടല്ലോടാ. ആദ്യത്തെ ഷിഫ്റ്റ്, രണ്ടാമത്തെ ഷിഫ്റ്റ്. എപ്പോഴത്തെ പോലെ പെട്ടെന്ന് ലൈവ് ഉണ്ടാക്കി വേറൊന്നും ചെയ്യാനില്ലാത്തോണ്ടാ ഞാൻ. നാളെ മറ്റേ ഗെയിം തുടങ്ങാം നമുക്ക്. രണ്ടാമത്തെ തോന്നുന്നു മറ്റേ ഇത് കളിക്കാം. ഓക്കെ, നല്ലൊരു നീ ഫ്രീ ആണോ? നീ ഇരിക്കണം. ലാസ്റ്റ് ഇതാക്കരുത്. ഇല്ല ഞാനല്ലേ ഫുള്ള് ഇരിക്കുന്നത്. അണ്ണനല്ലേ ഇല്ലാത്തത്. നാളെ ആവുമ്പോ ഞാൻ വന്നാ ഞാൻ ഇരിക്കും. നാളെ ഞാനുണ്ട്. ഞാനോടുണ്ട്. ഫ്ലഫിക്ക് നല്ലൊരു ടാഗ്. ഫ്ലഫി നേരെ വണ്ടിയായിട്ട് പോകുന്നുണ്ടോ? നല്ലൊരു ഏരിയയിലോട്ട് ഫ്ലഫി അവിടെ പെട്ടുപോകുന്നു. അങ്ങനെ MRCയുടെ ആദ്യത്തെ പിക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ആ ഒരു ഏരിയയിലോട്ട് ഫ്ലഫി വണ്ടിയായിട്ട് പോയി. അപ്പൊ തന്നെ ഫ്ലഫി നിര്യാതനായിരിക്കുകയാണ്. ഈ ടർഫിലെ ആദ്യത്തെ പിക്ക് MRCയുടെ സൈഡിൽ നിന്നാണ് വീണിരിക്കുന്നത്. തിരിച്ച് MRCക്ക് ഇനി 2 പിക്ക് എടുക്കാതെ ഇൻഫ്ലുവൻസ് മാറില്ല. ഓരോ 5 സെക്കൻഡിലും 1% വെച്ചാണ് കുറയുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെ അറൗണ്ട് ഒരു 5 മിനിറ്റിൽ മുകളിൽ വേണം 100% ഇൻഫ്ലുവൻസ് മാറാൻ തന്നെ. സോ ഇനിയുള്ള 5 മിനിറ്റിനുള്ളിൽ MRC അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടർഫ് MRCക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. എടാ ഈ EVX-ലല്ലേടാ PUBG ടൂർണമെന്റിലെ പിള്ളേർ നല്ലോണം കളിച്ചേ. അതിലെ മറ്റേ പയ്യനാണ് മറ്റേ സുര എന്ന് പറഞ്ഞിട്ടുള്ള സീൻസുരാണ് അടിച്ചത്. അതിന്റെ അടിച്ചത് ഫസ്റ്റ് ഇതില്. പറഞ്ഞു കൊടുത്ത് അവനോട് ക്യാമ്പിങ് വന്നൊക്കെ ഇതല്ലടാ. നമ്മുടെ കള്ളം വില്ലി അവനാണല്ലേ? അവനിപ്പോ EVX-ലാണ്. ഓക്കെ, ഹൈറ്റ് അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടായിരുന്നു EVX അല്ലേ? ഇല്ല അവിടെ ഉണ്ട് പണ്ടല്ലേ രണ്ടുപേര്. റൈറ്റ് സൈഡിലെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. റൈറ്റ് സൈഡിലെ മുകളിലുണ്ട്. ആ സോൺ അവിടെ തന്നെയാണ്. ഇത് കുറച്ച് ഇത് അടിച്ചെടുക്കാൻ കുറച്ച് പാടുള്ള ടർഫാണടാ ഇത്. EVX ഓൾറെഡി എല്ലാരും വെൽ പൊസിഷൻഡ് ആണ്.
കണ്ടാ ഇവിടെ 3 പേര് അതിന്റെ മണ്ടയിൽ 2 പേര്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇവർ ഒരുമിച്ച് വന്ന് ഈ താഴെ ഉള്ളവന്മാരെ പിക്ക് ചെയ്ത് പെട്ടെന്ന് ഡ്യൂവൽ എടുത്ത് പോയാൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ഞാൻ മേളുള്ളവരാരും സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഈ മോളിൽ ഇവന്മാരാണ് പണി. ഈ മോളിലുള്ളവന്മാരാണ് പണി കിട്ടാൻ പോകുന്നത്. ടാഗ് ബട്ട് പിക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. ബാക്കിലല്ലേ ബാക്കിലൊന്നും വരാൻ പറ്റും, പക്ഷെ അത് ബുദ്ധി ചെയ്യണം. ഇത് അടിച്ചെടുക്കാൻ കുറച്ച് ടഫാണ് കഴിച്ചത്. അതായത് അവിടെ പറ്റില്ല, ഫുൾ ആംഗിൾ ഉണ്ടാവുമാർക്ക്. അതാ ഞാൻ പറഞ്ഞു, ഈ മോളിലുള്ളവന്മാര് മുട്ടം പണിയാ, വേറെ ഒന്നും ചെയ്യില്ല. ക്ലോസ് കൊണ്ട് ഫൈറ്റ് എടുക്കാൻ ഇവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല, മനസ്സിലായ? ഒരു വണ്ടി അപ്പുറത്തോട്ട് പോയി ഡിസ്ട്രാക്ട് ചെയ്യണം. അപ്പം ഇല്ല രായ, ഒന്നും ചെയ്യലടാ. ക്ലോസ് പോകാനുള്ള ഒരു ആംഗിൾ ഇല്ല. ക്ലോസ് കൊണ്ട് കുത്തി ഇറങ്ങിയാ കൂടിപ്പോയാ 2 പേരെ അടിക്കാം. അപ്പോഴത്തേക്കിന് മോളിൽ നിന്നുള്ള ആംഗിളിൽ നിന്ന് മൊത്തം പടപട അടി കിട്ടും, മനസ്സിലായ? എല്ലാ കളിച്ചിട്ടില്ലടാ, നമ്മള് സൈപ്രസ് കളിച്ചിട്ടില്ലേ? വലിയൊരു മണ്ടത്തരമായി പോയെന്നേ പറയാനുള്ളൂ. ഓൾറെഡി 2 ടർഫ് ഉണ്ടല്ലോ. അല്ല ഞാൻ ചോദിച്ചു, 4 ടർഫൊക്കെ അടിച്ചെടുക്കുന്നത് ഇത് വേണമായിരുന്നല്ലേ? 8 മിനിറ്റ് ബാക്കിയുണ്ട്. ഒരു ഓൾ ഡൗൺ എന്നൊരു സിനാരിയോ ആണ് MRC ഇനി ബാക്കിയുള്ളത്. അവരുടെ ഒരു പ്ലെയർ ഡൗൺ ആയി, ഒരു പ്ലെയർ കത്തിപ്പോയി. ബോഗ് കൊണ്ടുവന്ന ആദ്യമായിരുന്നു സെറ്റാ. ഇനി ബാക്കിയുള്ള 8 മിനിറ്റിൽ ഓൾ ഡൗൺ ആക്കാതെ MRCക്ക് ഒരു ടർഫ് കിട്ടാൻ വളരെ ഷമീറിനോട് ജോക്ക് ചെയ്യാൻ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഷമീറിനോട് ഇന്നലെ സംസാരിച്ചു ബ്രോ. ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു ഷമീറിനോട് 10-40 മിനിറ്റ് സംസാരിച്ചിട്ടാ ഞാൻ ഫോൺ വെച്ചത്. ഞങ്ങളെല്ലാം പറഞ്ഞു ഇതാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇൻഫ്ലുവൻസ് ചേഞ്ച് ആവില്ല. അത് വിട്ടു, ഇത് വിട്ടു. നമ്മളിനി അവരാധിക്കുന്നില്ല. വണ്ടി എടുത്ത് റൊട്ടേഷൻ പോകുന്നുണ്ട്. അത് ഓൾറെഡി ഇവര് സ്പോട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ TVS KV വരും. പക്ഷെ ടർഫ് ഒന്നും സീനില്ലടാ. ടർഫൊന്നും TVS KV വന്നാലൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ടർഫൊക്കെ കളിക്കണം നല്ലതാ TVS KV ഒക്കെ. അങ്ങനെ ഒരു അടിയാണ്ടേ. അതെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരണം. ഡോൺ ട്രസ്റ്റ് ഹിം. അല്ലടാ, നമ്മുടെ സൈഡിൽ നിർത്തിയെന്ന് പറഞ്ഞാ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മൈൻഡ് കളയണ്ടല്ലോ. വല്ലാത്തൊരു സിറ്റുവേഷൻ ഫൈറ്റ് കാണാം. അല്ലടാ, അങ്ങനല്ല. ടർഫ് മറ്റേ ടർഫ് അടിച്ചെടുത്താലും കൊണയൊന്നും പറയാതെ മറ്റേ അങ്ങോട്ട് നമ്മള് വീണാലും അവരങ്ങനെ കൊണയൊന്നും പറയൂലല്ലോ. പിന്നെ സേഫർ സൈഡ് കളിക്കാതിരിക്കുന്നതാ ഇവര് പറഞ്ഞതുപോലെ. സത്യമാണ്. ഞാനാ കളിക്കാൻ രണ്ടെണ്ണൊക്കെ പറയണേ. താഴെ ഇടുന്നു പറയുന്നത് മാത്രം നിനക്ക് ഓർമ്മ ഉണ്ടാവൂടാ. പിന്നെ ഗെയിമിംഗ് റൂം ഒക്കെ വെറുതെ ആയില്ലേ. പിന്നെ ടിവിക്ക് വെളിയിൽ ഇരിക്കേണ്ടി വരുന്നത്. ഡിഫെൻഡിങ് EVX ആണ്, അതുകൊണ്ട് തന്നെ EVXന്റെ ഈഗോ ക്ലാഷ് ആവും. അത് വേറെ ശരിയാണത്. അങ്ങനൊന്നും വരാൻ സാധ്യത കുറവുണ്ട്. നീ ആരാടാ കണ്ണാ? നീ ഇങ്ങനെ അഭിപ്രായ പുണ്ടച്ചിയായി പോയല്ലോടാ. നിനക്ക് എന്തിനാണ് അഭിപ്രായം ഇല്ലാത്തത്? ഇങ്ങനെ ലോജിക് ഇല്ലാതെ ഓരോന്ന് പറയല്ലേന്നോ. ഓക്കെ, MRC പുഷ് ചെയ്ത് വരുന്നുണ്ട്. MRCയുടെ പ്ലേയേഴ്സിനെ അവർ സ്പോട്ട് ചെയ്തിട്ട് തോന്നുന്നു. മെസ്സിക്കോട്ട് നല്ല ടാഗ് കൊടുത്തു. എല്ലാരും ബൈ ഫുഡ് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ വൺ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. കുറിപ്പിട്ടുണ്ട്. അതുപോലെ അലക്സ് ഒരു പിക്ക് എടുത്ത അവിടെ കണ്ടോ ഇരിക്കുന്ന ആംഗിൾ ഒക്കെ നോക്കിയവന്മാര്. ചത്ത് അവൻ 2 പിക്ക് എടുത്ത്. ഒറ്റയ്ക്ക് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ. അതുപോലെ കൈസക്കും അതിന്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. എല്ലാരും ബൈ ഫുഡ് കയറി വന്നോണ്ടിരിക്കുകയാണ് തോന്നുന്നു. പക്ഷെ റൈറ്റ് ആംഗിളാണ് MRC ഇരിക്കുന്നത്. പക്ഷെ അത് വലിയൊരു പ്രണവ് പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. തിരിച്ചു വന്നല്ലേ കത്തി കേട്ട് കേറിയല്ലേ. അത് കിട്ടില്ല.
ഡേവിസ് ഡിഫൻഡഡ് ബൈ KV ആണ്. സ്റ്റിൽ MRCക്ക് വേണ്ടി 7 ലക്ഷം. അത് വലിയൊരു പ്രണവ് ചേട്ടനെ പിക്ക് ഓഫ് ചെയ്തിരിക്കാം. തിരിച്ചു വന്നല്ലേ കത്തി കേട്ട് കേറിയല്ലേ. അത് കിട്ടില്ല ബാക്കപ്പ് ആയിരുന്നു കണ്ടോ നീ? ആ മേളിന്ന് ഫ്രണ്ടിന്നല്ലേ കണ്ടു ഞാനത്. ഇതെന്താ ഇത്? ഒരാളെ ബാക്കിയാണല്ലോ. എടാ ഇത് പോയില്ലേ ഇവിടെ തന്നെ വന്നോ. അയ്യോ അപ്പൊ നല്ല പോയിന്റ്സ് ചെയ്ത് കഴിഞ്ഞു 6000 പോയിന്റ്സ് ഇട്ടിരുന്ന ഡിഫൻഡഡ് ബൈ ഡിഫൻഡഡ് ബൈ എന്നോട് ഫസ്റ്റ് ബെറ്റിംഗ് ഡേവിസ് ഡിഫൻഡഡ് ബൈ KV ആണ്. ടർഫിന്റെ റിസൾട്ടുകൾ